സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. ദാനങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തരം അന്നദാനമാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, അറിവുള്ളവർ പറഞ്ഞ് കേട്ട കാര്യമാണ്. നിങ്ങളും കേട്ടിരിക്കും. ഇപ്പോൾ ഉത്സവ സീസണാണ്. അമ്പലങ്ങളിലൊക്കെ ഉത്സവങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ചില ക്ഷേത്രങ്ങളിൽ ഉത്സവം സമാപിച്ചു. മിക്ക ക്ഷേത്രങ്ങളിലും സമാരംഭം കുറിച്ചിരിക്കുന്നു. അപ്പോൾ അമ്പലങ്ങളിൽ ഉത്സവ സീസണാണ്. പല ഭക്തരും നേർച്ചയായി അന്നദാനം ക്ഷേത്രങ്ങളിൽ ചെയ്യാറുണ്ട്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഹത്തായ ഒരു ദാനമാണ് അന്നദാനം. പല ക്ഷേത്രങ്ങളിലും നിങ്ങളും ഞാനും അന്നദാനം സ്വീകരിച്ചിരിക്കുന്നു. നാമൊക്കെ പല ക്ഷേത്രങ്ങളിലും, വലുതും ചെറുതുമായ പല ക്ഷേത്രങ്ങളിലും പോവുകയും ഉത്സവങ്ങളിൽ പങ്കുകൊള്ളുകയും അന്നദാനം സ്വീകരിക്കുകയും ഒക്കെ ചെയ്യാറുള്ളതാണ്. അത് ഭക്തർക്ക് പ്രത്യേകിച്ച് വിവരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അടുത്തിടെ പ്രസിദ്ധമായ ചേക്കലിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ മുക്കുറ്റി കണ്ടൻ ശാസ്താ ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നു. ആ വഴി പോകുമ്പോൾ ഞാനും അമ്പലത്തിൽ കയറുന്നു, മൂർത്തിയെ വണങ്ങുന്നു. അപ്പോൾ അന്നദാനത്തിൻ്റെ സമയമായി. അന്നദാനത്തിൽ പങ്കുകൊള്ളാൻ മനസ്സിൽ ആഗ്രഹം തോന്നുന്നു, പങ്കെടുക്കുന്നു. 2 ദിവസം ഈ ഉത്സവ സീസണിലെ അമ്പലത്തിൽ പങ്കെടുക്കുകയുണ്ടായി, അന്നദാനം സ്വീകരിക്കുകയുണ്ടായി. അപ്പോൾ ഇവിടെ പറയാൻ, എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ചിന്ത, മിക്ക ക്ഷേത്രങ്ങളിലും അന്നദാനം ഭക്തർ നടത്താറുണ്ട്. ഇവിടെ അന്നദാനത്തിന് മുമ്പ് പ്രധാന ആരാധനാമൂർത്തിക്ക് മുമ്പിൽ, അതായത് ശാസ്താവിന് മുമ്പിൽ, അന്നദാനം നടത്തുന്ന കുടുംബക്കാരോ അവരുടെ പ്രതിനിധികളോ ഉത്സവ ആരാധനാമൂർത്തിയുടെ മുന്നിൽ ബന്ധപ്പെട്ടവർ ക്ഷണിക്കുന്നു. അപ്പോൾ ആ ക്ഷേത്ര തിരുനടയിൽ, ശ്രീകോവിലിന് മുമ്പിൽ തൂശനിലയിൽ ആ അന്നദാനത്തിൻ്റെ വിഭവങ്ങളൊക്കെ നിരത്തി വെക്കുന്നു, വിളമ്പുന്നു. എന്നിട്ട് ക്ഷേത്ര മേൽശാന്തി തന്നെ വന്ന് ദേവന് ഈ അന്നദാനം, അതിൻ്റെ ഒരു പങ്ക് സമർപ്പിക്കുന്നു. പരിസരത്ത് ഭക്തിയിൽ മുഴുകി ഈ അന്നദാനം നടത്തുന്ന, ചിലപ്പോൾ ഒരു വ്യക്തിയാവാം, ഒരു ദിവസം ഒരു വ്യക്തിയുടെ നേർച്ചയാകാം, അല്ലെങ്കിൽ 1, 2, 3 വ്യക്തികളാവാം അന്നദാനം നടത്തുക ഒരു ദിവസം. അപ്പോൾ ഇതിൻ്റെ ഈ കുടുംബത്തിലെ സീനിയർ വ്യക്തികളോ അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികളോ ഈ ദേവന് മുമ്പിൽ, ഈ തൂശനിലയ്ക്ക് മുമ്പിൽ തൊഴുകയോടെ നിൽക്കുന്നു. ക്ഷേത്ര മേൽശാന്തി ദേവന് ഈ അന്നദാനത്തിൻ്റെ ആ ഒരു പങ്ക് സമർപ്പിക്കുന്നു. പിന്നെയാണ് അന്നദാനം ഭക്തർക്ക് വിളമ്പുന്നത്, പ്രസാദമായി വിളമ്പുന്നത്. അപ്പം അതൊരു നല്ല പ്രവണതയായി തോന്നി. ഈ ക്ഷേത്രത്തിലാണ് ഞാൻ ആദ്യമായി കാണുന്നത്. ഇപ്പോൾ ഇത് കേൾക്കുന്ന എൻ്റെ പ്രേക്ഷകർ ഇതാദ്യമല്ല, പല ക്ഷേത്രങ്ങളിലും ഞങ്ങൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് എന്ന് ആയിരിക്കാം. എൻ്റെ ഒരു ആദ്യ അനുഭവമായിരുന്നു. മിക്ക ക്ഷേത്രങ്ങളിലും അന്നദാന പുരയിലേക്ക്, അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ ആ ഊട്ടുപുരയിലേക്ക്, കിച്ചണിലേക്ക് മേൽശാന്തിയുടെ ഒരു അസിസ്റ്റൻ്റ് പൂജാദ്രവ്യങ്ങളുമായി എത്തുന്നു. മന്ത്രോച്ചാരണമൊക്കെ നടത്തി അത് ദേവന് സമർപ്പിച്ചതായി പ്രഖ്യാപിക്കുന്നു. പിന്നെയാണ് അന്നദാനം വിളമ്പുക. പക്ഷേ ഈ
മുക്കുറ്റി കണ്ടൻ ശാസ്താ ക്ഷേത്രത്തിൽ ഞാൻ കണ്ട ആ ഒരു രീതി മാതൃകാപരമാണെന്ന് തോന്നി. ഇപ്പോൾ രണ്ടിലും ശരിയുണ്ടായിരിക്കാം, എങ്കിൽ പോലും ആ പ്രധാന ആരാധനാമൂർത്തിയുടെ മുമ്പിൽ അന്നദാനത്തിൻ്റെ പ്രതിനിധികളോ അതിൻ്റെ നേർച്ചക്കാരോ ക്ഷണിക്കുകയും ഉച്ചനിലയില അന്നദാനത്തിൻ്റെ പങ്ക് വിളമ്പുന്നു. എന്നിട്ട് മേൽശാന്തി ദേവന് സമർപ്പിക്കുന്നു. ഈ അന്നദാനത്തിൻ്റെ നടത്തിപ്പുകാർക്ക് അല്ലെങ്കിൽ ആ നേർച്ചക്കാർക്ക് പ്രസാദവും മറ്റും നൽകുന്നു. അപ്പോൾ അതൊരു നല്ല കീഴ്വഴക്കമാണ്. പ്രതികരിക്കുക സുഹൃത്തുക്കളെ. മറ്റ് പല ക്ഷേത്രങ്ങളിലും ചിലപ്പോൾ ഈ രീതി അനുവർത്തിച്ച് പോരുന്നുണ്ടാവും. ഞാനിവിടെയാണ് കാണുന്നതെന്നും ആദ്യമായി കണ്ടതെന്നും മാത്രം. പ്രതികരിക്കുക സുഹൃത്തുക്കളെ, ഇനിയെങ്കിലും പ്രതികരിക്കുക. നന്ദി, നമസ്കാരം.